ഡോക്ടറെ കൊണ്ട് ചികിത്സക്ക് പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ എറണാകുളത്തെ ക്ലിപ്പിട്ടു. ഒരു പ്രവർത്തകൻ വിളിച്ചു, അനസ് മൗലവി ഇങ്ങനെ ജക്കരിയ സലാഹിയെ പറ്റി വല്ലാതെ പറയുന്നുണ്ടല്ലോ, അനസ് മൗലവി എന്നെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ, ജക്കരിയ സലാഹിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എന്തിനാ പിന്നെ അങ്ങോട്ട് അയച്ചത്? അനസ് മൗലവിക്ക് ഖുർആൻ ഓതാൻ അറിയായിട്ടാണോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്, എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചാക്കി തന്നത്? ആരാ പറയുന്നത്? സുബൈർ ഡോക്ടർ. സുബൈർ ഡോക്ടർ ഇത്രയും കൂടി പറഞ്ഞു. ഞാൻ ഇനി കുറച്ചും കൂടി പറയും. പലരെ പറ്റി എനിക്ക് പറയാണ്ട്. ഒരുപാട് മുജാഹിദീങ്ങൾ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഒലൊന്നും ഖുർആൻ ഓതാൻ അറിയാത്തവരൊന്നല്ല, ഹാഫിദീങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്, അനസ് മൗലവിനോട് പറഞ്ഞേക്ക് കേട്ടില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെന്തോ ഒരു വലിയ ഭൂന്നാക്കിയിട്ട് സക്കരിയ സലാഹിനെ അങ്ങോട്ട് ഊതി പറപ്പിക്കാനുള്ള പരിപാടിയാണ്. അതൊന്നും നടക്കൂല. ഇപ്പൊ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ ഇസ്ഹാഖ് അലി, മൂപ്പരിപ്പോ ഇതും പ്രചരിപ്പിച്ചിട്ടാണല്ലോ ഇപ്പൊ ജില്ലാ സെക്രട്ടറി ആയത്. മൂപ്പര് ഹജ്ജിന് പോയപ്പോ ഒരു ജിന്നിറക്കിയ കേസുണ്ട്. അതും കൂടി ഒന്ന് പറയാം. നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മാക്ക് ഒരു പ്രശ്നം ഹജ്ജിന് പോയപ്പോ ഉണ്ടായതാ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിസ്കരിക്കാൻ പോണിന്റെ അവിടെ തന്നെ ഇങ്ങനെ കടത്തിയിട്ട് ഒരു ടീം നിന്ന് ചികിത്സിക്കുക, ജിന്ന് ചികിത്സ. അതിലാരുണ്ട്? ബഹുമാനപ്പെട്ടു പോയ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ട് ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി. മൂപ്പരിങ്ങനെ പറയാ, ആരാണ് നീ, എന്തിനാണ് വന്നത്, പോകണം പോകണം. അപ്പൊ ഈ പെണ്ണിങ്ങനെ പറയാത്രേ, സുന്ദരിയായ പെണ്ണിനെ നോക്കി രസിക്കല്ലേ, പറയുന്നത് ശൈത്താനാണ്. ബാക്കിയും പറഞ്ഞത് ഞാൻ പറയണില്ല. ഉറപ്പായി ഇത് ജിന്നാണ്. ആര്? ഇസ്ഹാഖ് അലി. ഹജ്ജിന് പോയ ആളുകൾ പറഞ്ഞതാ, തെളിവാണെങ്കിൽ ഞാൻ ഇവിടെ ഹാജരാക്കും. ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് ഇസ്ഹാഖ് അലിനെ. കാരണം എന്താ അറിയോ, ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കും, ജിന്നുബാധ ഉണ്ട് എന്ന് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കും. ജമിയത്തുൽ ഉലമന്റെ ബുക്കിൽ അവിടേക്കെങ്കിലും എത്തിയല്ലോ. ജിന്ന് കയറും, ജിന്നുബാധ ഉണ്ടാവും, രോഗം ഉണ്ടാകും, അവിടേക്കെങ്കിലും ജില്ലാ സെക്രട്ടറി ഒക്കെ എത്തിയല്ലോ. അതിനുവേണ്ടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇല്ലാത്ത വാദങ്ങൾ പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് അധികാരം പിടിക്കാൻ വേണ്ടി കള്ളപ്രചരണം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള